ഹായ് എവരിവൺ. നമ്മുടെ ബോഡി എന്ന് പറയുമ്പോൾ ഒരു സിമ്പിളായിട്ട് നമുക്ക് പറയാൻ പറ്റുമോ? ഇല്ല, നമ്മുടെ ബോഡിയിൽ എല്ലാതും കൺട്രോൾ ചെയ്യപ്പെടുന്നുണ്ട്. നമ്മുടെ ഗ്രോത്ത് ആണെങ്കിലും അല്ലെങ്കിൽ നമ്മുടെ റീപ്രൊഡക്ഷൻ ആണെങ്കിലും നമ്മുടെ ഒരു എമർജൻസി സിറ്റുവേഷൻ എങ്ങനെ ഹാൻഡിൽ ചെയ്യണം എന്നൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ ബോഡി ഡിസൈഡ് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ ഹാൻഡിൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഒന്ന് ചിന്തിക്കാം, നിങ്ങളൊന്ന് ഇമാജിൻ ചെയ്യുക, നിങ്ങളിങ്ങനെ ഇങ്ങനെ നിൽക്കുകയാണ് അല്ലെങ്കിൽ ഇങ്ങനെ നടന്നു പോവുകയാണ്, എവിടെയെങ്കിലുമൊക്കെ മെല്ലെ ഫ്രണ്ട്സിൻ്റെ കൂടെ ഒക്കെ ഇങ്ങനെ നടന്നു പോവുകയാണ്. പെട്ടെന്നൊരു നായ നിങ്ങളുടെ മുന്നിലേക്ക് വന്നു. നന്നായിട്ട് നല്ല ഉച്ചത്തിൽ അതെന്ത് ചെയ്തു, ബാർക്ക് ചെയ്തു, നന്നായിട്ട് കുരച്ചു. ആ സമയത്ത് നിങ്ങൾക്ക് പെട്ടെന്ന് എന്താ സംഭവിക്കുക? നിങ്ങളുടെ ഹാർട്ട് ബീറ്റ് പെട്ടെന്ന് കൂടും അല്ലേ? ഹാർട്ട് ബീറ്റ് ഭയങ്കരമായിട്ട് കൂടും. പെട്ടെന്ന് ശ്വാസം എടുക്കും. എന്നിട്ട് നിങ്ങൾ ഓടാൻ റെഡിയാവും അല്ലേ? ഒരു നായനെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യുക? പെട്ടെന്ന് ഓടാൻ നോക്കും. കാരണം അവിടുന്ന് എസ്കേപ്പ് ആവണം. ആ നായ കടിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് എസ്കേപ്പ് ആവണം. അപ്പോൾ നമ്മളെ ഹാർട്ട് ബീറ്റ് കൂടും. അതുപോലെ നമ്മൾ എടുക്കുന്ന ശ്വാസത്തിൻ്റെ ഗതി എന്താവും? ശ്വാസം എടുക്കുന്നത് സ്പീഡാവും, ഭയങ്കരമായിട്ട് സ്പീഡപ്പ് ആവും. പിന്നെ അത് കൂടാണ്ട് എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ മസിൽസ് ഒക്കെ നമ്മളിങ്ങനെ ഓടാൻ റെഡിയായി, നമ്മൾ ഇതൊന്നും അറിയുന്നില്ല. വിത്തിൻ ഫ്രാക്ഷൻ ഓഫ് ടൈമാണ് നമ്മൾ ഇത് സംഭവിക്കുന്നത്. ഹാർട്ട് ബീറ്റ് കൂടുന്ന, പെട്ടെന്ന് ശ്വാസം എടുക്കുന്ന കൂടുതലാവുന്നു. അതുപോലെ നമ്മുടെ മസിൽ നമ്മൾ അറിയാണ്ട് ഓടാൻ വേണ്ടി റെഡി ആവുകയാണ്. അപ്പോൾ ഇതെല്ലാം കൂടെ എങ്ങനെയാണ് ബോഡി ഒരേ ടൈം അല്ലെങ്കിൽ ഒരു ഇൻസ്റ്റൻ്റ് ആയിട്ട് ബോഡി എങ്ങനെയാണ് ഇതിനൊക്കെ എന്ത് ചെയ്യുന്നത്, ഹാൻഡിൽ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഈ ഒരു ചേഞ്ചസിനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നത് അല്ലെങ്കിൽ കോർഡിനേറ്റ് ചെയ്യാൻ പറ്റുന്നത്? അപ്പോൾ ഇതിന് നമ്മൾ ഒരു ആൻസറിലേക്ക് പോവുകയാണെങ്കിൽ, ഇതിനൊരു ആൻസറിലേക്ക് നമ്മളിങ്ങനെ തിരഞ്ഞു പോവുകയാണെങ്കിൽ നമുക്ക് രണ്ട് സിസ്റ്റത്തിനെ കുറിച്ചാണ് പറയാൻ പറ്റുക. ഒന്ന് നെർവസ് സിസ്റ്റം ആണ്. നമ്മൾ ഓൾറെഡി ക്ലാസ്സിനും തുടക്കത്തിൽ പറഞ്ഞിട്ടുണ്ട്, നെർവസ് സിസ്റ്റം അതുപോലെ ഹോർമോൺ സിസ്റ്റം, എൻഡോക്രൈൻ സിസ്റ്റമാണ് ഒരുമിച്ച് പറയുന്നത്. അപ്പോൾ നെർവസ് സിസ്റ്റം അതുപോലെ എൻഡോക്രൈൻ സിസ്റ്റം എന്ത് ചെയ്യും, ഒരുമിച്ച് വർക്ക് ചെയ്യുകയാണ് ചെയ്യുന്നത് ഈ ഒരു സിറ്റുവേഷനിൽ. നെർവസ് സിസ്റ്റം വർക്ക് ചെയ്യും, അതുപോലെ എന്ത് ചെയ്യും, എൻഡോക്രൈൻ സിസ്റ്റം കൂടെ ഒരുമിച്ച് വർക്ക് ചെയ്യുമ്പോഴാണ് എന്തെന്ന് ഈ ഒരു നമ്മുടെ ഈ ഒരു കൺട്രോൾ കോർഡിനേഷൻ ഇൻസ്റ്റൻ്റ് ആയിട്ട് കോർഡിനേറ്റ് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ നെർവസ് സിസ്റ്റം നിങ്ങൾക്ക് അറിയാം, അതെന്താണ് കൺട്രോൾ ചെയ്യുന്നത്? ഇലക്ട്രിക്കൽ ഇമ്പൾസസ് വഴിയാണ് അല്ലേ? ഇലക്ട്രിക്കൽ ഇമ്പൾസ് ജനറേറ്റ് ചെയ്തിട്ട് സ്റ്റിമുലസ് ഒക്കെ വെച്ച് ഇലക്ട്രിക്കൽ ഇമ്പൾസ് വെച്ചിട്ട് എന്ത് ചെയ്യും, അതിനെ കൺട്രോൾ ചെയ്യാണ് ചെയ്യുന്നത്. എൻഡോക്രൈൻ സിസ്റ്റം ആണെന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് കൊടുക്കുന്നത് ഹോർമോൺസ് ആണ് ഇവിടെ ഇൻവോൾവ് ആവുന്നത്. അപ്പോൾ ഈ ഇലക്ട്രിക്കൽ ഇമ്പൾസും അതുപോലെ നമ്മുടെ ഹോർമോൺസും ടുഗെദർ വർക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇങ്ങനെയൊരു എമർജൻസി സിറ്റുവേഷൻ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള സിറ്റുവേഷന് പെട്ടെന്ന് ഹാൻഡിൽ ചെയ്തിട്ട് എന്താണ് ഇൻസ്റ്റൻ്റ് ആയിട്ട് നമ്മൾ നായ വന്ന് നമ്മുടെ മുന്നിൽ നിൽക്കുമ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് അങ്ങനെ ആലോചിച്ചിരുന്ന് പിന്നെ അത് മെല്ലെ പതുക്കെ ഓടാൻ പറ്റുമോ? ഇല്ല. ഇൻസ്റ്റൻ്റ് ആയിട്ട് ക്വിക്കായിട്ട് നമ്മൾ അവിടെ നിന്ന് എന്ത് ചെയ്യണം, ആ സിറ്റുവേഷൻ എസ്കേപ്പ് ചെയ്യണം. അതുപോലെ നമ്മൾ ചിന്തിക്കുക, ഇപ്പോൾ ഒരു തീ പോയി നമ്മൾ അറിയാണ്ട് ടച്ച് ചെയ്തു. ആ തീ പോയി ടച്ച് ചെയ്തിട്ട് തീയിൻ്റെ പൊള്ളലൊക്കെ നമ്മുടെ കയ്യിലേറ്റ് കഴിഞ്ഞിട്ട് നമ്മളിങ്ങനെ കൈ പിൻവലിച്ചാൽ മതിയോ? ഇല്ല. നമുക്ക് എന്ത് ചെയ്യണം, ഇമ്മീഡിയറ്റ് ആയിട്ട് അതിന് ആക്ഷൻ വേണം. അപ്പോൾ ഇതിനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു എമർജൻസി സിറ്റുവേഷനൊക്കെ ഹാൻഡിൽ ചെയ്യുന്നത് എന്തൊക്കെയാണ്, നമ്മുടെ നെർവസ് സിസ്റ്റം, എൻഡോക്രൈൻ സിസ്റ്റമാണ്. അപ്പോൾ നമ്മുടെ സിമ്പതറ്റിക് നെർവസ് സിസ്റ്റം ഉണ്ട്. പാരാസിമ്പതറ്റിക്കും സിമ്പതറ്റിക് നെർവസ് സിസ്റ്റവും നിങ്ങൾക്ക് അറിയുന്നതാണ്, പഠിച്ചതാണ്. അപ്പോൾ സിമ്പതറ്റിക് നെർവസ് സിസ്റ്റം എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു എമർജൻസി സിറ്റുവേഷൻ ഇതുപോലെയുള്ള നായ വരിക അല്ലെങ്കിൽ നമ്മൾ സഡൻ ആയിട്ടുള്ള ഒരു ആക്ഷനൊക്കെ വരുന്ന സമയത്ത് ഒരു ഇമർജൻസി സിറ്റുവേഷനിലൊക്കെ വർക്ക് ചെയ്യുന്നത് സിമ്പതറ്റിക് സിസ്റ്റമാണ്. സിമ്പതറ്റിക് സിസ്റ്റം വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ എങ്ങനെയാണ് നമുക്ക്, നിങ്ങൾ നേരത്തെ പഠിച്ചതാണ്, എന്താണ് എമർജൻസി സിറ്റുവേഷനിൽ എന്തൊക്കെ സംഭവിക്കുന്നുണ്ട്. നമുക്ക് കൂടുതലൊന്നും പറയാണ്ട് തന്നെ നമുക്ക് അറിയുന്ന ഒന്ന് രണ്ട് കാര്യങ്ങൾ എന്താണ്, ഹാർട്ട് ബീറ്റ് ഇൻക്രീസ് ചെയ്യും എന്നുള്ളത് നിങ്ങൾക്ക് എന്താണ് പെട്ടെന്ന് തന്നെ അറിയുന്ന കാര്യമാണ്. അതുകൂടെ എന്ത് കൂടുന്നുണ്ട്, ബ്രീത്തിങ് അല്ലേ? ബ്രീത്തിങ് റേറ്റ് ഇൻക്രീസ് ചെയ്യും, ഹാർട്ട് ബീറ്റ് ഇൻക്രീസസ്, ബ്രീത്തിങ് റേറ്റ് ഇൻക്രീസസ്. പിന്നെ വരുന്ന എന്താണ്, നമ്മുടെ കണ്ണിലുള്ള പ്യൂപ്പിൾ ഡയലേറ്റ് ചെയ്യും. പ്യൂപ്പിൾ എന്ന് പറയുമ്പോൾ കണ്ണിനുള്ളിലേക്ക് ലൈറ്റ് കടക്കാനുള്ള ഏരിയയാണ്, നമ്മൾ തേർഡ് ചാപ്റ്ററിൽ പഠിച്ചതാണ്. ഡയലേറ്റ് ചെയ്യും, പ്യൂപ്പിൾ ഡയലേറ്റ്സ്. ഇതൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വിസിബിൾ ആയിട്ട് കാണാൻ പറ്റും. ഇതൊന്നും കൂടാണ്ട് നമുക്ക് വേറെ എന്തൊക്കെ സംഭവിക്കാം നമ്മുടെ ബോഡിയിൽ? കൺവേർഷൻ, നമ്മുടെ ലിവറിൽ എന്താ ചെയ്യുന്നുണ്ട്, ഗ്ലൈക്കോജൻ ഫോമിൽ ഗ്ലൂക്കോസ് സ്റ്റോർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ കൺവേർഷൻ ഓഫ് ഗ്ലൈക്കോജൻ ടു ഗ്ലൂക്കോസ് ഇൻക്രീസസ്. ഈ ഒരു പ്രോസസ്സ്, ഗ്ലൈക്കോജൻ ടു ഗ്ലൂക്കോസ് എന്ന് പറയുന്ന പ്രോസസ്സ് ഇൻക്രീസ് ചെയ്യും. അതുപോലെ നമുക്ക് വേറൊന്ന് കാണാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഇൻക്രീസ്ഡ് സ്വെറ്റിംഗ്. നമ്മൾ പെട്ടെന്ന് എന്ത് ചെയ്യും, സ്വെറ്റ് ചെയ്യും, ഭയങ്കരമായിട്ട് സ്വെറ്റിംഗ് നടക്കും. അപ്പോൾ ഹാർട്ട് ബീറ്റ് ഇൻക്രീസ് ചെയ്യുന്ന എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്തിനായിരിക്കും? ഡെഫിനറ്റ്ലി നമുക്ക് കൂടുതൽ ഓക്സിജൻ വേണം. നമ്മളൊരു എമർജൻസി സിറ്റുവേഷനിലാണ് നമ്മൾ ആക്ട് ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ നായ വന്ന്
മുന്നിൽ നിൽക്കുന്ന സമയത്ത് നമ്മൾ ആക്ട് ചെയ്യാൻ പോകുമ്പോൾ എന്തായാലും ഓടുകയാണ് ചെയ്യുക അല്ലേ, ഒരു റണ്ണിങ് മൂവ്മെന്റ് ആണ് നടക്കുക. സോ വി നീഡ് ലോട്ട്സ് ഓഫ് എനർജി ഫോർ ദാറ്റ്. ഓക്കെ, അപ്പോൾ ആ ഒരു എനർജി കിട്ടണം എന്നുണ്ടെങ്കിൽ നമുക്ക് മോർ ഓക്സിജൻ കിട്ടണം. മോർ ഓക്സിജൻ കിട്ടിക്കഴിഞ്ഞാലാണ് മോർ ഓക്സിജനും മോർ ഗ്ലൂക്കോസ് റിച്ച് ആയിട്ടുള്ള ബ്ലഡും നമുക്ക് എല്ലാ മസിൽസിനും ബ്രെയിനിലേക്കും എല്ലാ സെൽസിലേക്കും എത്തിക്കണം. അപ്പോൾ ഹാർട്ട് ബീറ്റ് ഇൻക്രീസ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പമ്പിങ് എന്ത് ചെയ്യും, ഹാർട്ട് ബീറ്റ് കൂടുക എന്ന് പറഞ്ഞാൽ പമ്പിങ് കൂടും. പമ്പിങ് കൂടിക്കഴിഞ്ഞാൽ ഓക്സിജൻ കൂടുതൽ കിട്ടും മസിൽസിനും ബ്രെയിൻസിനും. മസിൽസിന് എന്ത് ചെയ്യണം, നമുക്ക് കൂടുതൽ ഓക്സിജൻ വേണം, കാരണം ഓടുമ്പോൾ മസിൽസ് ആണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ മസിൽസ് എന്ത് ചെയ്യുന്ന അവിടെ പമ്പിങ് ഇൻക്രീസ് ചെയ്യുന്ന കാരണം ഓക്സിജൻ കൂടുതൽ കിട്ടും. അതുപോലെ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, ഗ്ലൂക്കോസ് റിച്ച് ബ്ലഡും അവിടെ എത്തും. അപ്പോൾ നേരത്തെ പറഞ്ഞുള്ള കൺവേർഷൻ ഓഫ് ഗ്ലൈക്കോജൻ ടു ഗ്ലൂക്കോസ് ഇൻക്രീസസ് എന്ന് പറയുമ്പോൾ അത് എന്ത് ചെയ്യാണ്, ഗ്ലൈക്കോജനെ കൺവേർട്ട് ചെയ്തിട്ട് നേരിട്ട് ബ്ലഡ് സ്ട്രീമിലേക്ക് കൊടുക്കുകയാണ്. അങ്ങനെ ഉണ്ടാകുമ്പോൾ ഗ്ലൂക്കോസ് റിച്ച് ആയിട്ടുള്ള ബ്ലഡ് ആണ് എന്ത് ചെയ്യുന്നത്, അവൈലബിൾ ആയിട്ടുള്ള ആ ബ്ലഡിനെ പെട്ടെന്ന് മസിലിലേക്കും ബ്രെയിനിലേക്ക് എത്തിക്കാൻ വേണ്ടി നോക്കും. രണ്ടാമത് പറഞ്ഞാൽ ബ്രീത്തിങ് റേറ്റ് ഇൻക്രീസ് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞു. അവിടെ എന്ത് ചെയ്യണം, നമുക്ക് കൂടുതൽ ഓക്സിജൻ വേണം. ഹാർട്ട് ബീറ്റ് ഇൻക്രീസ് ചെയ്യുമ്പോൾ കൂടുതൽ ഓക്സിജൻ നമ്മുടെ മസിൽസിലേക്കും ബ്രെയിനിലേക്കും എത്തിക്കണം എന്ന് പറഞ്ഞു. അതേസമയം നമുക്ക് എന്ത് ചെയ്യണം, കൂടുതൽ ഓക്സിജൻ കിട്ടണം. നമ്മുടെ ബോഡിയിൽ ലങ്സിൽ വഴിയാണല്ലേ ഓക്സിജൻ കിട്ടുന്നത്. നമ്മൾ ഓക്സിജൻ കൂടുതൽ കിട്ടണം എന്നുണ്ടെങ്കിൽ നമുക്ക് ബ്രീത്തിങ് എന്ത് ചെയ്യണം, ഫാസ്റ്റ് ആക്കണം. അങ്ങനെ ഓക്സിജൻ ഇൻടേക്ക് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും, ബ്രീത്തിങ് ഇൻക്രീസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. പ്യൂപ്പിൾ ഡയലേറ്റ് ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടായിരിക്കും, പ്യൂപ്പിൾ ഡയലേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൈഡൻ ചെയ്യുക എന്നുള്ളതാണ് അർത്ഥം. പ്യൂപ്പിൾ ഡയലേറ്റ് ചെയ്ത് കഴിയുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, കൂടുതൽ നമ്മളെ പ്യൂപ്പിൾ ഇതാണെന്നുണ്ടെങ്കിൽ പ്യൂപ്പിൾ എന്ത് ചെയ്യും, നോർമൽ കണ്ടീഷനിൽ നിന്നും അത് ഡയലേറ്റ് ചെയ്ത് നിൽക്കും. ഡയലേറ്റ് നിൽക്കുമ്പോൾ ഇതിലൂടെ കടക്കുന്ന ലൈറ്റ് കൂടുതലായിട്ട് നമ്മുടെ കണ്ണിലേക്ക് എത്തുന്ന ലൈറ്റ് കൂടുതലാവും. ലൈറ്റ് കൂടുതലായിട്ട് കഴിഞ്ഞാൽ ഇറ്റ് എൻഹാൻസസ് ദ വിഷൻ എന്ത് ചെയ്യും, കൂടും. കണ്ണ് കാണാതെ നമുക്ക് ഓടാൻ പറ്റില്ലല്ലോ. അപ്പോൾ എന്ത് ചെയ്യും, അങ്ങനെയുള്ള വിഷൻ എൻഹാൻസ് ചെയ്യുന്ന സമയത്ത് എന്താണ് അവിടെ നടക്കുന്നത് എന്നുള്ളൊരു അസസ് ചെയ്യാനൊക്കെ നമുക്ക് പെട്ടെന്ന് പറ്റും. ഇൻക്രീസ്ഡ് സ്വെറ്റിംഗ് എന്ന് പറയുമ്പോൾ എന്താണ്, നമ്മുടെ ബോഡിനെ കൂൾ ഡൗൺ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇൻക്രീസ് സ്വെറ്റിങ്ങിൻ്റെ പർപ്പസ് എന്ന് പറഞ്ഞാൽ കൂളിംഗ് ഡൗൺ ആണ്. അപ്പോൾ കൂൾ ഡൗൺ ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും, സ്വെറ്റിംഗ് നടത്തും. അപ്പോൾ കാരണം മസിൽ നമ്മൾ വർക്ക് ചെയ്യുന്ന സമയത്ത് കൂടുതൽ എനർജി അല്ലെങ്കിൽ അവിടെ ഹീറ്റ് കൂടുതൽ ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ ബോഡി നല്ല ഹീറ്റായി നിൽക്കുന്നുണ്ടാവും. അപ്പോൾ ആ ഹീറ്റിംഗ് എന്ന് പറയുന്നത് നമുക്കൊരു പരിധി കൂടുതൽ കൂട്ടാൻ പറ്റില്ലല്ലോ. അപ്പോൾ കൂൾ ഡൗൺ ചെയ്യാൻ വേണ്ടിയിട്ട് സ്വെറ്റിംഗ് കൂട്ടുന്നുണ്ട്. നമ്മളിത് ഓൾറെഡി പറഞ്ഞു. അപ്പോൾ ഇത്രയും ചേഞ്ചസ് ഒക്കെ സിമ്പതറ്റിക് സിസ്റ്റം ഒരു എമർജൻസി സിറ്റുവേഷനിൽ തരുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഇത് മാത്രമല്ല, നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു എമർജൻസി സിറ്റുവേഷനിൽ നമുക്ക് എന്ത് സംഭവിക്കുന്നുണ്ട്, ചില ഹോർമോൺസും കൂടെ ഇൻക്ലൂഡഡ് ആണ്. അപ്പോൾ ഇന്ന് നമ്മൾ മെയിനായിട്ട് ഡിസ്കസ് ചെയ്യുന്നത് നമ്മുടെ ഏത് ഹോർമോണാണ് ടു ഓവർകം ദ എമർജൻസി സിറ്റുവേഷൻ, വാട്ട് ആർ ദ ഹോർമോൺസ് ഇൻവോൾവ് എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. ഹോർമോൺസ് ഏതാണ്, അതല്ലെങ്കിൽ അതിൻ്റെ ഗ്ലാൻഡ്സ് എന്താണ് എന്നുള്ള ഡീറ്റെയിൽസ് ആണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കുന്നത്. അപ്പോൾ ചില ഹോർമോൺസ് എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ ഈ ഒരു എമർജൻസി സിറ്റുവേഷനിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ സെക്രീറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. ആ ഒരു എമർജൻസി ഹോർമോൺസ് എന്നാണ് നമ്മൾ അതിനെ പറയുന്നത്. ആ ഹോർമോൺസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഗ്ലാൻഡാണ് എഡ്രീനൽ ഗ്ലാൻഡ് എന്ന് പറയുന്നത്. അത് നമ്മുടെ എൻഡോക്രൈൻ സിസ്റ്റത്തിൻ്റെ പാർട്ട് തന്നെയാണ്. അത് സിമ്പതറ്റിക് സിസ്റ്റം, അതായത് നമ്മുടെ ഈ എമർജൻസി സിറ്റുവേഷനിൽ എൻഡോക്രൈൻ സിസ്റ്റം പ്ലസ് നെർവസ് സിസ്റ്റത്തിൻ്റെ കമ്പൈൻഡ് ആക്ഷൻ ആണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, ഈ ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു ആക്ഷൻ അവിടെ പ്രൊവൈഡ് ചെയ്യുന്നത് എന്നുള്ളത് നമ്മൾ പറഞ്ഞു. അപ്പോൾ ഈ ഒരു ഇൻവോൾവ് ചെയ്യുന്ന എൻഡോക്രൈൻ ഗ്ലാൻഡ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് അഡ്രീനൽ ഗ്ലാൻഡ് ആൻഡ് ദാറ്റ് സെക്രീറ്റ്സ് സർട്ടൻ ഹോർമോൺസ് ഡ്യൂറിങ് ദ എമർജൻസി സിറ്റുവേഷൻ അലോങ് വിത്ത് ദ സിമ്പതറ്റിക് സിസ്റ്റം. അപ്പോൾ നമുക്ക് അഡ്രീനൽ ഗ്ലാൻഡിലേക്കൊക്കെ പോകുന്ന മുന്നേ ഒരു ക്വസ്റ്റ്യൻ, ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. വൈ ആർ ഹോർമോൺസ് നീഡഡ് വെൻ ദ സിമ്പതറ്റിക് സിസ്റ്റം ഈസ് ഏബിൾ ടു കൺട്രോൾ ഫിസിക്കൽ ചേഞ്ചസ് ഡ്യൂറിങ് എമർജൻസീസ്? അപ്പോൾ നമുക്ക് അറിയാം, സിമ്പതറ്റിക് സിസ്റ്റം എന്ന് പറയുമ്പോൾ പാർട്ട് ഓഫ് നെർവസ് സിസ്റ്റം ആണ് അല്ലേ. നെർവസ് സിസ്റ്റത്തിൻ്റെ പാർട്ടാണ്. നെർവസ് സിസ്റ്റത്തിൻ്റെ പാർട്ട് എന്ന് പറയുമ്പോൾ ദാറ്റ് ഈസ് എ ക്വിക്ക് ആക്ഷൻ, വളരെ പെട്ടെന്ന് തരുന്ന ആളാണ് എന്ത്, ക്വിക്ക് ആക്ഷൻ പ്രൊവൈഡ് ചെയ്യുന്ന ആളാണ് നെർവസ് സിസ്റ്റം എന്ന് പറയുന്നത്. എന്നാൽ എൻഡോക്രൈൻ സിസ്റ്റം വളരെ സ്ലോ ആയിട്ട് മാത്രമാണ് നമുക്ക് എന്ത് ചെയ്യുക, ആക്ഷൻ തരാം. അപ്പോൾ ഈ സിമ്പതറ്റിക് സിസ്റ്റം ആൻഡ് നമ്മുടെ ഹോർമോൺ രണ്ടും ഒരുമിച്ച് വേണം എന്ന് പറയുന്നത് എന്തിന് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ ഹോർമോൺസിൻ്റെ പ്രത്യേകത എന്നാൽ സ്ലോലി ആക്ട് ചെയ്യുന്ന പക്ഷേ ലോങ് ലാസ്റ്റിംഗ് എഫക്റ്റ് തരുന്ന ആളാണ്. അപ്പോൾ നെർവസ് സിസ്റ്റം എൻഡോക്രൈൻ സിസ്റ്റം വർക്ക് ചെയ്യുന്ന സമയത്ത് അവിടെ നമുക്ക് കിട്ടുന്ന കാര്യമെന്ന് പറഞ്ഞാൽ സ്പീഡ് ആൻഡ് ഡ്യൂറേഷൻ, സ്പീഡ് പ്ലസ് ഡ്യൂറേഷൻ നമുക്ക് എന്ത് ചെയ്യും, ഇവിടെ നമുക്ക് കിട്ടും. അതായത് സ്പീഡ് നെർവസ് സിസ്റ്റം തരുന്നുണ്ട്, പക്ഷേ ഡ്യൂറേഷൻ നെർവസ് സിസ്റ്റം തരുന്നില്ല. ആ ഒരു
ഇമ്മീഡിയറ്റ് ആയിട്ട് നമുക്കിപ്പോൾ നെർവസ് സിസ്റ്റം നായനെ കണ്ടു നമ്മൾ പെട്ടെന്ന് എന്ത് ചെയ്ത് അതിനുള്ള എല്ലാ സംഭവങ്ങളും നമ്മുടെ സിമ്പതറ്റിക് സിസ്റ്റം പ്രൊവൈഡ് ചെയ്തു. ഓടണം എന്നുള്ള തോട്ട് നമുക്ക് വന്നു. അതിനു മുന്നേ ഹാർട്ട് ബീറ്റ് ഇൻക്രീസ് ചെയ്തു, നമ്മുടെ പ്യൂപ്പിൾ ഡയലേറ്റ് ചെയ്തു, ബ്രീത്തിങ് റേറ്റ് ഇൻക്രീസ് ചെയ്തു, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തു. പക്ഷേ ഈ നെർവസ് സിസ്റ്റത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഷോർട്ട് ഡ്യൂറേഷനിൽ എന്ത് ചെയ്യും, അത് സ്റ്റോപ്പ് ആവുകയും ചെയ്യും. ആ സ്റ്റിമുലസ് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ തന്നെ എന്ത് ചെയ്യും, സ്റ്റോപ്പ് ആവുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷനിൽ നമുക്ക് ഈ ഒരു എമർജൻസി സിറ്റുവേഷനിൽ അതൊരു വളരെ കുറഞ്ഞ സമയം മതിയില്ല, നമുക്ക് അത് എന്ത് ചെയ്യണം, കൂടുതൽ സമയത്തേക്ക് ആ ഒരു ആക്ഷൻ കിട്ടണം. അപ്പോൾ നമ്മുടെ എൻഡോക്രൈൻ സിസ്റ്റത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ലോലി സ്റ്റാർട്ട് ചെയ്യുള്ളൂ, പക്ഷേ ഡ്യൂറേഷൻ എന്ന് പറഞ്ഞാൽ ലോങ് ഡ്യൂറേഷൻ ആണ്, ഒരുപാട് സമയം അതിനെ കിട്ടുകയും ചെയ്യും. അപ്പോൾ ഇങ്ങനെ രണ്ടും കമ്പൈൻ ചെയ്യുന്ന സമയം സ്പീഡ് ആൻഡ് ഡ്യൂറേഷൻ എന്ത് ചെയ്യും, ഉണ്ടാക്കും. എങ്ങനെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നെർവസ് സിസ്റ്റം എന്ത് ചെയ്യും, സ്പീഡിനെ പ്രൊവൈഡ് ചെയ്യും. സിമ്പതറ്റിക് സിസ്റ്റം പെട്ടെന്ന് തന്നെ എക്സ്ട്രീം ആയിട്ട് ഫാസ്റ്റ് അല്ലെങ്കിൽ ഇൻസ്റ്റന്റ് ആയിട്ട് വർക്ക് ചെയ്തിട്ട് ആ ഇലക്ട്രിക് സിമ്പിൾസ് നെർവ് ഫൈബേഴ്സ് ത്രൂ എന്ത് ചെയ്യും, ബ്രെയിനിലേക്ക് കൊടുക്കും. അവിടെ ഫൈറ്റ് ഓർ ഫ്ലൈറ്റ് റെസ്പോൺസ് എന്നാണ് നമ്മൾ പറയുക. ഒരു എന്താണ്, ഒന്ന് ഫൈറ്റ് എന്ന് പറഞ്ഞാൽ അടി ഉണ്ടാക്കുക, ഫ്ലൈറ്റ് അല്ലെങ്കിൽ ഓടുക, അത് അങ്ങനെ നമ്മളൊന്ന് എതിർത്ത് നിൽക്കുക അല്ലെങ്കിൽ ഓടുക എന്നുള്ള, രക്ഷപ്പെടുക എന്നുള്ള രീതിയിൽ. അപ്പം അങ്ങനെ ആ ഒരു സിറ്റുവേഷനിലേക്ക് നെർവസ് സിസ്റ്റം അവിടെ പെട്ടെന്ന് ഇമ്മീഡിയറ്റ് ആയിട്ട് ക്വിക്ക് ആക്ഷൻ പ്രൊവൈഡ് ചെയ്യും. പക്ഷേ നമുക്കത് പെട്ടെന്ന് സ്റ്റോപ്പ് ചെയ്യാൻ പാടില്ല അല്ലേ. സോ എന്ത് ചെയ്യണം, ഡ്യൂറേഷൻ കിട്ടണം എന്നുണ്ടെങ്കിൽ അവിടെ എന്താണ് നമ്മുടെ ഹോർമോണിന്റെ റോള് ഉണ്ടാവുന്നത്. നമ്മൾ പറയാൻ പോകുന്ന ഹോർമോൺസിന്റെ പ്രത്യേകത എന്ന് കഴിഞ്ഞാൽ എന്താണ്, അത് അഡ്രിനൽ ഗ്ലാൻഡിൽ നിന്ന് ബ്ലഡ് സ്ട്രീമിലേക്ക് റിലീസ് ചെയ്യപ്പെടും. അങ്ങനെ ഉണ്ടാകുന്ന ഹോർമോൺസ് എന്ത് ചെയ്യും, സ്ലോവർ ആയിട്ടാണ് പോവുക. പക്ഷെ നെർവസ് സിസ്റ്റത്തിന് ആക്ഷൻ വന്നു കഴിഞ്ഞ് അതിലേക്ക് വരുമ്പോഴേക്കും എന്ത് ചെയ്യും, അത് പെട്ടെന്ന് ഈ ഒരു നമ്മുടെ എൻഡോക്രൈൻ സിസ്റ്റത്തിലെ അഡ്രിനൽ ഗ്ലാൻഡിലെ ഹോർമോൺസിന്റെ ആക്ഷനും കൂടെ അവിടെ വന്നു കഴിഞ്ഞാൽ ഹോർമോൺസ് ഈ എഫക്റ്റിനെ ആംപ്ലിഫൈ ചെയ്ത് അതിനെ സസ്റ്റെയിൻ ചെയ്യും. ആംപ്ലിഫിക്കേഷനും സസ്റ്റെയിൻസും എന്ത് ചെയ്യും, ഹോർമോൺസ് ആംപ്ലിഫൈ, ആ ഒരു സിഗ്നലിനെ അല്ലെങ്കിൽ അതിനെ ആംപ്ലിഫൈ ചെയ്യും. അതുപോലെ സസ്റ്റെയിൻ ദ എഫക്റ്റ് ഓർ സസ്റ്റെയിൻ ദ റെസ്പോൺസ് ഇനീഷ്യേറ്റഡ് ബൈ ദ നെർവസ് സിസ്റ്റം. അങ്ങനെ വരുമ്പോൾ രണ്ടും കൂടെ എന്ത് ചെയ്യും, കമ്പൈൻ ചെയ്തിട്ട് നമുക്ക് ലോങ് ഡ്യൂറേഷനിൽ ഈ ഒരു ആക്ടിവിറ്റി നമുക്ക് അവിടെ നിലനിർത്താൻ പറ്റും എന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ അഡ്രീനൽ ഗ്ലാൻഡ് കാണുന്നത്. അഡ്രീനൽ ഗ്ലാൻഡിന്റെ സ്ട്രക്ചർ, പൊസിഷൻ കാണിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പിക്ചറാണിത്. ഇത് അഡ്രീനൽ ഗ്ലാൻഡിന്റെ ഒരു ക്രോസ് സെക്ഷനുമാണ്. അപ്പോൾ ഈ അഡ്രീനൽ ഗ്ലാൻഡ് കിടക്കുന്നത് എവിടെയാണ്, അബവ് ദ കിഡ്നി അല്ലേ, കിഡ്നിയുടെ മുകളിലായിട്ടാണ് കാണുന്നത്. സോ ഇതിന് നമ്മൾ അഡ്രീനൽ ഗ്ലാൻഡിനെ നമ്മൾ വേറൊരു പേരും കൂടെ പറയാറുണ്ട്, സുപ്രാ റീനൽ ഗ്ലാൻഡ് എന്നും കൂടെ പറയാറുണ്ട്. സുപ്ര മീൻസ് എബവ് എന്നുള്ളതാണ്, റീനൽ എന്ന് പറഞ്ഞാൽ കിഡ്നി ആണ് അല്ലേ. അപ്പൊ സുപ്രാ റീനൽ ഗ്ലാൻഡ് എന്ന് പറഞ്ഞാൽ കിഡ്നിയുടെ മുകളിലുള്ള ഗ്ലാൻഡ് എന്നുള്ളത് അർത്ഥം മാത്രമേ ഉള്ളൂ. അപ്പൊ അഡ്രീനൽ ഗ്ലാൻഡ് ഇസ് ഓൾസോ നോൺ ആസ് സുപ്രാ റീനൽ ഗ്ലാൻഡ്. അപ്പൊ കിഡ്നിയുടെ മുകളിലാണ്, ഒരു തൊപ്പി പോലെ, കിഡ്നിക്ക് ഒരു തൊപ്പി വെച്ച പോലെ അല്ലെ, ഹാറ്റ് വെച്ച പോലെ തന്നെയാണ് നമ്മുടെ ഈ ഒരു ഗ്ലാൻഡ് നിൽക്കുന്നത്. അപ്പൊ ഇതിന് രണ്ട് പാർട്ട്, നമ്മൾ അതിന്റെ ഒരു ക്രോസ് സെക്ഷൻ എടുത്ത് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ രണ്ട് പോർഷൻ കാണാൻ പറ്റുന്നുണ്ട്, കോർട്ടെക്സ് ആൻഡ് മെഡുല്ല എന്ന് പറയുന്നത്. കോർട്ടെക്സ് ആൻഡ് മെഡുല്ല എന്ന് പറയുന്ന രണ്ട് പോർഷൻസ് ആണ് ഉള്ളത്. കോർട്ടെക്സ് എന്ന് പറയുന്നത് ഔട്ടർ ആണോ ഇന്നർ ആണോ, ഔട്ടർ, ഡെഫിനറ്റ്ലി ഇതെന്താണ്, കോർട്ടെക്സ് എന്ന് പറയുന്നത് ഔട്ടർ ആണ്, മെഡുല്ല എന്ന് പറയുന്നത് ഇന്നർ ആണ്. ഇനി കോർട്ടെക്സ് ഔട്ടർ ആണോ മെഡുല്ല ഇന്നർ ആണോ എന്നുള്ളതൊക്കെ കൺഫ്യൂഷൻ വരുന്നവർക്ക് ഞാനൊരു സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് ഓർത്ത് വെക്കാൻ പറ്റുന്നത്, ഈ രണ്ടിൻ്റെയും കോർട്ടെക്സിന്റെ ഫസ്റ്റ് ലെറ്റർ എന്താണ്, സി ആണ്. എമ്മിന്റെ ഫസ്റ്റ് ലെറ്റർ എം, മെഡുല്ലയുടെ ഫസ്റ്റ് ലെറ്റർ എം ആണ്. ആൽഫബറ്റ്, ഇംഗ്ലീഷ് ആൽഫബറ്റിൽ നോക്കുകയാണെങ്കിൽ സി ആണ് ഫസ്റ്റ് വരിക, അത് പുറത്താണ് എന്ന് വിചാരിച്ചാൽ മാത്രം മതി. സി പുറത്ത് വരുന്നത് കോർട്ടെക്സും, മെഡുല്ല എം എപ്പോഴാണ് വരിക, ആഫ്റ്റർ സി അല്ലേ വരുന്നത്. അപ്പോൾ സി കഴിഞ്ഞ് വരുമ്പോൾ മെഡുല്ല ഉള്ളിലായിട്ടാണ് വരുന്നത് എന്നുള്ളത് ചിന്തിക്കുക. അപ്പോൾ പുറത്ത് കോർട്ടെക്സ് ആണ്, ഉള്ളിൽ മെഡുല്ല ആണെന്നുള്ളത് ഓർത്തിരിക്കുക. ഓക്കെ, ഇതാണ് സ്ട്രക്ചർ ആൻഡ് നമ്മുടെ സ്ട്രക്ചർ എന്ന് പറയുന്നത്, സ്ട്രക്ചർ ആൻഡ് പൊസിഷൻ പറയാനുള്ളത്. അപ്പോൾ നമ്മൾ പറഞ്ഞത് ഇന്നർ പാർട്ട് ഓഫ് ദി അഡ്രിനൽ ഗ്ലാൻഡ് എന്ന് പറയുന്നത് മെഡുല്ലയാണെന്ന് നമ്മൾ പറഞ്ഞു അല്ലേ. അപ്പോൾ മെഡുല്ല രണ്ട് ഹോർമോൺസിനെ സെക്രീറ്റ് ചെയ്യുന്നുണ്ട്, എപ്പിനെഫ്രിൻ ആൻഡ് നോർ എപ്പിനെഫ്രിൻ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഈ ഒരു ബോക്സ് നിങ്ങൾക്ക് തരുന്നത് മെഡുല്ലയുടെ ഇൻഫർമേഷൻ ആണ്. അതായത് ഇന്നർ ആയിട്ടുള്ള ഇന്നർ പാർട്ട് ഓഫ് ദ അഡ്രീനൽ ഗ്ലാൻഡിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് ആണ് ഈ ഒരു ബോക്സിൽ നിങ്ങൾക്ക് തന്നിട്ടുള്ളത്. The inner part of the adrenal gland is called medulla and they secretes two hormones, namely epinephrine or norepinephrine. ഇതിനെ നമ്മൾ വേറൊരു പേരും കൂടെ പറയാറുണ്ട്, adrenaline and noradrenaline. നോറെപ്പിനെഫ്രിന് പകരം നോറഡ്രിനാലിൻ, adrenaline, noradrenaline, epinephrine and norepinephrine, or adrenaline or and noradrenaline. എപ്പിനെഫ്രിന്
അഡ്രിനാലിൻ എന്നും അഡ്രിനൽ ഗ്ലാൻഡ് സെക്രീറ്റ് ചെയ്യുന്ന എന്നുള്ളത് തന്നെ ഉള്ളൂ. എപ്പിനെഫ്രിനെ നോർ അഡ്രിനാലിൻ എന്നും കൂടെ പറയാറുണ്ട്. ഈ പേരൊന്ന് ജസ്റ്റ് ഓർത്ത് വെക്കുക, എപ്പിനെഫ്രിൻ. അപ്പോൾ മെഡുലയ്ക്ക് 2 ഹോർമോൺസ് ആണ് ഉള്ളത്, എപ്പിനെഫ്രിൻ ആൻഡ് നോർ എപ്പിനെഫ്രിൻ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഈ 2 ഹോർമോൺസും എവിടെയാണ് നമ്മൾ ഫൈറ്റ് ആൻഡ് ഫ്ലൈറ്റ്, നമ്മൾ അതിൻ്റെ മെയിൻ ഫങ്ഷൻ പറയാൻ പറ്റുന്നത് ഫൈറ്റ് ആൻഡ് ഫ്ലൈറ്റ് ആണ്. ഫൈറ്റ് ആൻഡ് ഫ്ലൈറ്റ്, അല്ലെങ്കിൽ നമുക്ക് ഇതിനെ പറയാൻ പറ്റുന്ന പേരെന്താണ്? ഈ 2 ഹോർമോണുകൾ നമുക്ക് കമ്പൈൻ ചെയ്ത് പറയാൻ പറ്റുന്ന പേരാണ് എമർജൻസി ഹോർമോൺസും പറയാൻ പറ്റും. എമർജൻസി ഹോർമോൺസ്, അല്ലെങ്കിൽ നമുക്ക് മെഡുല്ലറി ഹോർമോൺസ് എന്നും പറയാം. മെഡുല്ലറി ഹോർമോൺ, എമർജൻസി ഹോർമോൺ അല്ലെങ്കിൽ മെഡുല്ലറി ഹോർമോൺസ് എന്നും നമുക്ക് ഈ ഒരു എപ്പിനെഫ്രിൻ ആൻഡ് നോർ എപ്പിനെഫ്രിൻ നമുക്ക് പറയാൻ പറ്റും. ഈ ഹോർമോൺസ് എപ്പിനെഫ്രിൻ ആൻഡ് നോർ എപ്പിനെഫ്രിൻ എന്ന് പറയുന്ന മെഡുല്ലറി ഹോർമോൺസ് അല്ലെങ്കിൽ എമർജൻസി ഹോർമോൺസ് എന്ത് ചെയ്യും? നമ്മുടെ ബോഡീനെ ഒരു എമർജൻസി സിറ്റുവേഷൻ ഡീൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. എന്തൊക്കെയാണ്? ഒരുപാട് ഫിസിയോളജിക്കൽ ചേഞ്ചസ് അവിടെ വരുന്നുണ്ട്. These hormones means എന്താണ്? എപ്പിനെഫ്രിൻ ആൻഡ് നോർ എപ്പിനെഫ്രിൻ prepare the body to deal with an emergency situation through a number of physiological changes. അത് നമുക്ക് നമ്പർ ഇട്ട് താഴേക്ക് എഴുതാം. An increased heart rate and blood pressure, BP കൂടും. രണ്ടാമത് increased blood glucose level, എങ്ങനെയാണ്? നമ്മുടെ ഗ്ലൈക്കോജനെ ഗ്ലൂക്കോസായി കൺവേർട്ട് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. Then third one എന്ന് പറയുന്നത് increased blood flow to the heart and muscle and decreased blood flow to the skin and digestive organ. കാരണം അവിടെ ബ്ലഡ് ഫ്ലോ സ്കിന്നിലേക്കും ഡൈജസ്റ്റീവ് ഓർഗനിലേക്കും ഒന്നും നമുക്ക് ആ സമയത്ത് ആവശ്യമില്ല. അപ്പോൾ അതൊക്കെ കുറക്കുക എന്നുള്ളതാണ് സംഭവിക്കുന്നത്. അപ്പോൾ ഏതൊക്കെ ചേഞ്ചസ് ആണ്? 4 ചേഞ്ചസ് ആണ് നമ്മുടെ എമർജൻസി ഹോർമോൺസ് അല്ലെങ്കിൽ മെഡുലറി ഹോർമോൺസ് എന്ന് പറയുന്ന എപ്പിനെഫ്രിൻ ആൻഡ് നോർ എപ്പിനെഫ്രിൻ കോസ് ചെയ്തിട്ടുള്ളത്. ഇൻക്രീസ്ഡ് ഹാർട്ട് റേറ്റ് ആൻഡ് ബ്ലഡ് പ്രഷർ, increased blood glucose level, increased blood flow to the heart and muscles, and decreased blood flow to the skin and digestive organ. അപ്പോൾ ഹാർട്ടിലേക്കും മസിൽസിലേക്കും ബ്ലഡിനെ കൊടുക്കേണ്ട ആവശ്യം എന്താണ്? മോർ ഓക്സിജനും ഗ്ലൂക്കോസും എത്തിക്കാനാണ്. സ്കിന്നിലേക്കും ഡൈജസ്റ്റീവ് ഓർഗൻസിലേക്കും നമുക്ക് എന്ത് ചെയ്യണം? ബ്ലഡ് ഒരുപാടൊന്നും ആവശ്യമില്ല. അപ്പോൾ അതും കൂടെ എഫക്റ്റീവായിട്ട് ഹാർട്ടിലേക്കും മസിലിലേക്കും ബൈപ്പാസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്? ഇവിടെയുള്ള ബ്ലഡ് ഫ്ലോ കുറക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് പറയാനുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ പൊസിഷൻ ഓഫ് ദി അഡ്രീനൽ ഗ്ലാൻഡ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് പറയാൻ പറ്റും? എബവ് ദി കിഡ്നി അല്ലേ? എബവ് ദ കിഡ്നി സോ കോൾഡ് എന്താ പറയുക? നമ്മൾ പറഞ്ഞത് സുപ്രാറീനൽ ഗ്ലാൻഡ് എന്നും കൂടെ പറയാറുണ്ട്. നമ്മുടെ അഡ്രീനൽ ഗ്ലാൻഡ് കിഡ്നിയുടെ മുകളിൽ കാണുന്നത് കൊണ്ട് തന്നെ അതിനെ നമ്മൾ സുപ്രാറീനൽ ഗ്ലാൻഡ് എന്നും കൂടെ നമ്മൾ അതിനെ പറയാറുണ്ട്. ഏതൊക്കെ പാർട്സ് പറയുകയാണെന്നുണ്ടെങ്കിൽ there are 2 parts called outer cortex and inner medulla കൂടെയാണ് ഉള്ളത്. ഹോർമോൺസ് സെക്രീറ്റഡ് ബൈ ദ മെഡുല്ല, നമ്മൾ പറഞ്ഞിട്ടുള്ള ഹോർമോൺസ് ഏതാണ്? എപ്പിനെഫ്രിൻ and norepinephrine. എപ്പിനെഫ്രിൻ ആൻഡ് നോർ എപ്പിനെഫ്രിൻ ആണ് നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള ഹോർമോൺസ് എന്ന് പറയുന്നത്. ഇത് നമ്മൾ ടുഗെദർ കോൾഡ് മെഡുല്ലറി ഹോർമോൺസ്. മെഡുല്ലറി അല്ലെങ്കിൽ എന്ത് പറയും? എമർജൻസി ഹോർമോൺസ്. എമർജൻസി സിറ്റുവേഷനിൽ സെക്രീറ്റ് ചെയ്യുന്നതുകൊണ്ട് എമർജൻസി ഹോർമോൺസ് എന്ന് പറയും. അല്ല, മെഡുല്ല അഡ്രീനൽ മെഡുല്ല സെക്രീറ്റ് ചെയ്യുന്നതുകൊണ്ട് മെഡുല്ലറി ഗ്ലാൻഡ് എന്നും നമ്മൾ പറയാറുണ്ട്. The way to overcome an emergency, they cause certain physiological changes such as increased heart certain physiological changes. ഏതൊക്കെയാണ്? What are that changes? Increased heart rate and blood pressure, BP, increased blood glucose level, increased blood flow to the heart and brain, and decreased blood flow to the skin and digestive organ. അവിടെ ഡൈജഷൻ ഒക്കെ എന്താവും? എമർജൻസി സിറ്റുവേഷനിൽ വരുമ്പോൾ ഡൈജഷനൊക്കെ അവിടെ ഹോൾട്ട് ചെയ്യും, താൽക്കാലികമായിട്ട് നിർത്തിവെക്കും. എന്തിനു വേണ്ടിയിട്ടാണ്? ആ എനർജിയും കൂടെ നമുക്ക് എവിടെ യൂസ് ചെയ്യണം? നമുക്ക് ആ ഒരു സിറ്റുവേഷനെ എസ്കേപ്പ് ചെയ്യാൻ യൂസ് ചെയ്യണം. അതിന് വേണ്ടിയിട്ടാണ് അല്ലേ? ഇത്രയാണ് നമ്മുടെ മെഡുല്ലേനെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് പറയാനുള്ളത്. അപ്പോൾ
എമർജൻസി സിറ്റുവേഷനിൽ നമ്മുടെ മെഡുല്ല എന്ത് ചെയ്യും, ആക്റ്റീവ്. എമർജൻസി സിറ്റുവേഷൻ വരുന്ന സമയത്ത് സിമ്പത്തറ്റിക് സിസ്റ്റം വർക്ക് ചെയ്യുന്നുണ്ട്. അതിന് കൂടെ തന്നെ ടുഗെദർ എന്ത് ചെയ്യും, നമ്മുടെ മെഡുല്ലയും കൂടെ ആക്ട് ചെയ്തിട്ട് അവിടെ വേണ്ട എമർജൻസി ഹോർമോൺസ് ആയിട്ടുള്ള എപ്പിനെഫ്രിൻ, നോറെപ്പിനെഫ്രിന് സിന്തസൈസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇനി സെക്കൻഡ് പാർട്ടാണ്, അല്ലെങ്കിൽ ഔട്ടർ പോർഷനാണ് കോർട്ടെക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ബോക്സ് കംപ്ലീറ്റ്ലി കൊടുക്കുന്നത് ഔട്ടർ പോർഷൻ ആയിട്ടുള്ള കോർട്ടെക്സിനെ കുറിച്ചാണ്. ഇത് കോർട്ടെക്സ് എന്ന് പറയുന്നത് എന്താണ്, ഔട്ടർ പോർഷൻ ഓഫ് ദ adrenal gland. The cortex of the adrenal gland produces various hormones that belong to the class of glucocorticoids, mineralocorticoids, and gonadocorticoids. They are generally known as corticosteroids. കോർട്ടിക്കോസ്റ്റീറോയിഡ്സ് എന്നാണ് അവർ എന്ത് ചെയ്യുന്നത്, ജനറൽ ആയിട്ട് അറിയപ്പെടുന്നത്. അതായത് അഡ്രീനൽ ഗ്ലാൻഡ് സെക്രീറ്റ് ചെയ്യുന്ന ഹോർമോൺസിനെ നമ്മൾ പറയുന്ന പേര്, ജനറൽ ആയിട്ട് പറയുന്ന പേര് കോർട്ടിക്കോസ്റ്റീറോയിഡ്സ് എന്നാണ്. കോർട്ടിക്കോസ്റ്റീറോയിഡ്സ് എന്നാണ് നമ്മൾ അറിയപ്പെടുന്നത്. അപ്പോൾ ഇത്രയാണ് എന്ത് പറയുന്നത്, കോർട്ടിക്കോസ്റ്റീറോയിഡ്സിൻ്റെ 3 തരമുണ്ട്. ഗ്ലൂക്കോകോർട്ടിക്കോയിഡ്സ്, മിനറലോകോർട്ടിക്കോയിഡ്സ് ആൻഡ് ഗൊണാഡോകോർട്ടിക്കോയിഡ്സ് 3 ടൈപ്പിൽ നമുക്ക് പറയാനുണ്ട്. അപ്പോൾ നമുക്കൊരു അഡ്രീനൽ ഗ്ലാൻഡിനെ കുറിച്ച് ജസ്റ്റ് ഒരു ഫ്ലോ ചാർട്ട് വരച്ച് നോക്കാം അല്ലേ. ഒരു ഫ്ലോ ചാർട്ട് വരച്ച് നോക്കാം. അപ്പോൾ എന്താണ് അഡ്രീനൽ ഗ്ലാൻഡ്, എവിടെയാണ്, ഇതിന് ഓൾസോ കോൾഡ് സുപ്രാ റീനൽ ഗ്ലാൻഡ് എന്നും കൂടെ പറയാറുണ്ട്. 2 പോർഷൻസ് ഉണ്ട്, ഔട്ടർ കോർട്ടെക്സ് ആൻഡ് ഇന്നർ മെഡുല്ല അല്ലേ. ഇന്നർ മെഡുല്ല, ഔട്ടർ കോർട്ടെക്സ് ഏതാണ്, നമുക്ക് ഔട്ടർ കോർട്ടെക്സ് ഔട്ടർ ആണ് അല്ലേ, ഔട്ടർ കോർട്ടെക്സ് ആണ്. ഇവിടെ ഇന്നർ മെഡുല്ല. കോർട്ടെക്സ് സെക്രീറ്റ് ചെയ്യുന്ന ഹോർമോൺസിന് ജനറലായിട്ട് നമ്മൾ പറയുന്ന പേരെന്താണ്, കോർട്ടിക്കോ സ്റ്റീറോയിഡ്സ് എന്നാണ് നമ്മൾ പറയാറ്. മെഡുല്ല സെക്രീറ്റ് ചെയ്യുന്ന ഹോർമോൺസ് ഈതർ നോൺ ആസ് മെഡുല്ലറി ഹോർമോൺസ്, അല്ലെങ്കിൽ എന്ത് പറയും നമ്മൾ, എമർജൻസി ഹോർമോൺസ് എന്നും പറയാറുണ്ട്. നമ്മൾ എമർജൻസി ഹോർമോൺസിന് നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഏതൊക്കെയാണ്, മെഡുലറി ഹോർമോൺസ് ആൻഡ് എമർജൻസി ഹോർമോൺസ് പറഞ്ഞത് എപ്പിനെഫ്രിൻ, അല്ലെങ്കിൽ അതിന് അഡ്രിനാലിൻ ആൻഡ് നോർ എപ്പിനെഫ്രിൻ അല്ലെങ്കിൽ നോർ അഡ്രിനാലിൻ എന്ന് നമ്മൾ പറയാറുണ്ട്. കോർട്ടിക്കോസ്റ്റീറോയിഡ്സ് തന്നെ നമുക്ക് 3 ടൈപ്പ് കോർട്ടിക്കോസ്റ്റീറോയിഡ്സ് ഉണ്ട്. ഏതൊക്കെയാണ്, ഗ്ലൂക്കോകോർട്ടിക്കോയിഡ്സ്, മിനറലോകോർട്ടിക്കോയിഡ്സ് ആൻഡ് ഗൊണാഡോകോർട്ടിക്കോയിഡ്സ്. 3 ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ കോർട്ടെക്സ് എന്ന് പറയുന്ന അഡ്രീനൽ ഗ്ലാൻഡിൻ്റെ ഔട്ടർ പോർഷൻ ആണ്. ദേ പ്രൊഡ്യൂസസ് വേരിയസ് ഹോർമോൺസ് ദാറ്റ് ബിലോങ് ടു ദ ക്ലാസസ് like glucocorticoids, mineralocorticoids and gonadocorticoids. They are together known as corticosteroids എന്നുള്ളതാണ് പറയുന്നത്. ഈ പിക്ചറിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ പറയുന്ന 3 കോർട്ടിക്കോസ്റ്റീറോയിഡ്സിൻ്റെയും ഫങ്ഷൻ നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇവിടെ 3 നമ്മൾ കോർട്ടെക്സ് എന്താണ്, അവിടെ ഔട്ടർ ആണ് അല്ലേ, അഡ്രിനൽ ഗ്ലാൻഡിൻ്റെ ഔട്ടർ പോർഷനാണ് കോർട്ടെക്സ് എന്ന് പറയുന്നത്. ദേ സെക്രീറ്റ്സ് എ ഗ്രൂപ്പ് ഓഫ് ഹോർമോൺ കോൾഡ് കോർട്ടിക്കോസ്റ്റീറോയിഡ്സ് എന്ന് നമ്മൾ പറഞ്ഞു. കോർട്ടിക്കോസ്റ്റീറോയിഡ്സ് നമ്മൾ അവിടെ ക്ലാസിഫൈ ചെയ്തത് 3 ക്ലാസിഫൈ ചെയ്തത് എങ്ങനെയാണ്, ഗ്ലൂക്കോകോർട്ടിക്കോയിഡ്സ്, മിനറലോകോർട്ടിക്കോയിഡ്സ് ആൻഡ് ഗൊണാഡോകോർട്ടിക്കോയിഡ്സ് എന്നാണ്. അപ്പോൾ ഇവിടെ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന കോർട്ടിസോൾ, ആൽഡോസ്റ്റിറോൺ, ആൻഡ്രോജൻസ് എന്നാണ് അല്ലേ. അപ്പോൾ ഈ കോർട്ടിസോൾ എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞിട്ടുള്ള ഗ്ലൂക്കോകോർട്ടിക്കോയിഡ്സിന് ഉദാഹരണമാണ്. ഒരു ഗ്ലൂക്കോകോർട്ടിക്കോയിഡ് ആണ് എന്ത് പറയുന്നത്, നമ്മുടെ കോർട്ടിസോൾ എന്ന് പറയുന്നത്. ആൽഡോസ്റ്റിറോൺ എന്ന് പറയുന്നത് that is a mineralocorticoids ആണ് എന്ത് പറയുന്നത്, ആൽഡോസ്റ്റിറോൺ. ആൻഡ്രോജൻ എന്ന് പറയുന്നത് that belongs to gonadocorticoids എന്ന് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, ഇത്രയാണ് പറയുന്നത്. അപ്പോൾ കോർട്ടിസോളിൻ്റെ ഫംഗ്ഷൻ, അല്ലെങ്കിൽ അതൊരു ഗ്ലൂക്കോകോർട്ടിക്കോയിഡ്. ഗ്ലൂക്കോ മീൻസ് എന്താണ്, ഗ്ലൂക്കോസ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് കണക്ട് ചെയ്യാൻ പറ്റും എന്താണ്, കോർട്ടിസോൾ എന്ന് പറയുന്ന ഒരു ഗ്ലൂക്കോകോർട്ടിക്കോയിഡ് ആണ്. ഇറ്റ് മെയിൻറ്റെയിൻസ് ഗ്ലൂക്കോസ് ഹോമിയോസ്റ്റാസിസിനെ മെയിൻറ്റെയിൻ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നത് ആരാണ്, ഗ്ലൂക്കോകോർട്ടിക്കോയിഡ് ആയിട്ടുള്ള കോർട്ടിസോൾ ആണ്. ഇറ്റ് സപ്രസസ് ദ ഇമ്മ്യൂൺ റെസ്പോൺസിനെ സപ്രസ് ചെയ്യുന്നുണ്ട്. ആൻഡ് റെസിസ്റ്റ് ഇൻഫ്ലമേഷൻ ആൻഡ് അലർജി ഓഫ് ദ ബോഡി. ഇറ്റ് ഓൾസോ റെസിസ്റ്റ് ദ ഇൻഫ്ലമേഷൻ ആൻഡ് അലർജി ഓഫ് ദ ബോഡി.
നമ്മൾ സഡൻ അലർജിക് റിയാക്ഷനും ഒക്കെ വന്നു കഴിഞ്ഞാൽ ഡോക്ടറെ അടുത്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് പ്രിസ്ക്രൈബ് ചെയ്യാറ് കോർട്ടിസോൾ പ്രിസ്ക്രൈബ് ചെയ്യാറുണ്ട്. ദെൻ ആൽഡോസ്റ്റിറോൺ എന്ന് പറയുന്നത് ദാറ്റ് ഇസ് എ മിനറലോ കോർട്ടിക്കോയിഡ്. മിനറലോ കോർട്ടിക്കോയിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിനറൽസുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്. മിനറൽസ് എന്ന് പറയുമ്പോൾ എന്താണ്, നമ്മുടെ അയൺ, സിങ്ക്, അങ്ങനെയുള്ള കാൽഷ്യം, അങ്ങനെയുള്ള സംഭവങ്ങളാണ് മിനറൽസ് എന്ന് പറയുന്നത്. ഇറ്റ് ഹെൽപ്സ് ഇൻ മെയിൻറ്റെയിനിങ് ഇക്വിലിബ്രിയം ഓഫ് മിനറൽസ് ഇൻ ദ ബോഡി. ബോഡീൻ്റെ മിനറൽസിൻ്റെ ഇക്വിലിബ്രിയം മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ് എന്ത് ചെയ്യുന്നത്, ആൽഡോസ്റ്റിറോൺ ചെയ്യുന്നത്. ആൻഡ് റെഗുലേറ്റ്സ് ബ്ലഡ് പ്രഷർ റെഗുലേറ്റ് ചെയ്യാനും ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ദെൻ കോർട്ടിക്കോസ്റ്റിറോയിഡ്സ് വരുമ്പോൾ ആൻഡ്രോജൻസ് ആണ്, ഗൊണാഡോ കോർട്ടിക്കോയിഡ്സ് ആണ്. ദിസ് കംസ് അണ്ടർ ഗൊണാഡോ കോർട്ടിക്കോയിഡ്സ് ഓർ ആൻഡ്രോജൻ ഈസ് എ ഗൊണാഡോ കോർട്ടിക്കോയിഡ്. ഇറ്റ് കൺട്രോൾ സെക്ഷൽ ഡെവലപ്മെൻറ്റൽ ആൻഡ് സെക്ഷൽ ബിഹേവിയർ. സെക്ഷൽ ഡെവലപ്മെൻറ്റും ഗൊണാഡ്സ് എന്ന് പറഞ്ഞാൽ റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചേഴ്സ് ആണ് വരുന്നത് അല്ലേ. അതിലുള്ള ഗൊണാഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റീപ്രൊഡക്ഷനുമായിട്ട് ബന്ധപ്പെട്ടതാണ്. സോ ആൻഡ്രോജൻ എന്ന് പറയുന്നത് ഒരു എന്താണ്, സെക്ഷൽ ഡെവലപ്മെൻറ്റിനെയും സെക്ഷൽ ബിഹേവിയറിനെയും കൺട്രോൾ ചെയ്യുന്നതാണ് ആൻഡ്രോജൻസ് എന്ന് പറയുന്നത്. അപ്പോൾ സ്റ്റീറോയിഡ് ഹോർമോൺസ്, ഇതൊക്കെ സ്റ്റീറോയിഡ്സും കൂടെയാണ്. അപ്പോൾ ചില കണ്ടീഷനിലൊക്കെ ചില മരുന്നുകളൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു ആൻഡ്രോജൻ കൈൻഡ് ഓഫ് മരുന്നുകളൊക്കെ, മെഡിസിൻസ് ഒക്കെ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ബോഡിയിൽ ഒരുപാട് ചേഞ്ചസ്, സെക്ഷലി മീൻസ് നമ്മുടെ സെക്കൻഡറി സെക്ഷൽ ക്യാരക്ടറിസ്റ്റിക്സ്. ഇപ്പോൾ ആണുങ്ങൾക്ക് കുറേ താടി ഉണ്ടാവുക, അവരെ വോയിസ്, പെണ്ണുങ്ങളെ വോയിസ് ഭയങ്കര പിച്ച് കൂടിയതായിരിക്കും. അങ്ങനത്തെ ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ ലോങ് ടേം യൂസിൻ്റെ സൈഡ് എഫക്റ്റ് ആയിട്ടൊക്കെ ഉണ്ടാവാറുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ ഈ ഒരു ടേബിൾ ഒന്നും കൂടെ കംപ്ലീറ്റ് ആക്കാനുണ്ട് അല്ലേ. ഇവിടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇവിടെ ഗ്ലൂക്കോകോർട്ടിക്കോയിഡ് ഏതായിരുന്നു നമ്മൾ പഠിച്ചിട്ടുള്ളത്, കോർട്ടിസോൾ ആണ് ഒരു ഗ്ലൂക്കോകോർട്ടിക്കോയിഡ് എന്ന് പറയുന്നത്. ഇവിടെ മിനറലോ കോർട്ടിക്കോയിഡ് എന്ന് പറയുന്നത് ദാറ്റ് ഇസ് എൻ ആൽഡോസ്റ്റിറോൺ ആയിരുന്നു. ഇവിടെ വരുന്നത് ആൻഡ്രോജൻസ് ആണ്. ഇത്രയാണ് നമുക്ക് ടേബിൾ. അപ്പോൾ ഈ ഒരു ടേബിൾ എന്നല്ല, നമുക്ക് അതിനപ്പുറത്തേക്ക് നോക്കുകയാണെങ്കിൽ ഈ ഒരു മൊത്തത്തിൽ അഡ്രീനൽ ഗ്ലാൻഡിനെ കുറിച്ചുള്ള ഒരു ഓവർവ്യൂ നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട് അല്ലേ. അഡ്രീനൽ ഗ്ലാൻഡ് എന്ന് പറയുന്നത് ഇറ്റ് ഇസ് ഓൾസോ നോൺ ആസ് സുപ്രാറീനൽ ഗ്ലാൻഡ്. ഗ്ലാൻഡിൻ്റെ നമ്മുടെ കിഡ്നിയുടെ അബവ് കാണുന്നതുകൊണ്ട് സുപ്രാറീനൽ ഗ്ലാൻഡ് എന്ന് പറയാറുണ്ട്. ഇറ്റ് ഹാസ് ടു പാർട്സ്, കോർട്ടെക്സ് ആൻഡ് മെഡുല. ഔട്ടർ കോർട്ടെക്സ് ആൻഡ് ഇന്നർ മെഡുല. Outer cortex secretes or the cortex secrete a group of hormones called corticosteroids. And there are three kinds of corticosteroids: glucocorticoids, mineralocorticoids, and gonadocorticoids. The cortisol is an example of glucocorticoids. Aldosterone is the mineralocorticoids, and gonadocorticoids is the androgens. And in the case of medulla, it secretes medullary hormones or emergency hormones. They are the emergency hormones are epinephrine and norepinephrine. It is also known as adrenal and noradrenal. അവിടെ എന്ത് സംഭവിക്കുന്നുണ്ട്, അതിൻ്റെ ആക്ഷൻ എന്ന് പറയുന്നത് എന്താണ്, എമർജൻസി സിറ്റുവേഷനിൽ ആക്ട് ചെയ്യുന്നത് എന്നുള്ളതാണ്. എമർജൻസി ഡീൽസ് എമർജൻസി സിറ്റുവേഷൻസ് എന്നുള്ളതാണ് നമ്മുടെ ഫംഗ്ഷൻ പറയാനുള്ളത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമുക്ക് പറയാനുള്ളത്. അപ്പോൾ ഹോർമോണിൻ്റെ ഇവിടെ നിങ്ങൾക്കൊരു ടേബിൾ കംപ്ലീറ്റ് ചെയ്യാനുണ്ട്. ഹോർമോൺസ് ആൻഡ് ഫങ്ഷൻസ്. ഏതിൻ്റെയാണ് ഹോർമോൺസ് പറയുന്നത്, നമ്മുടെ ഡെഫിനറ്റ്ലി കോർട്ടെക്സിൻ്റെ ഹോർമോൺസ് ആണ് പറയുന്നത്. നമ്മൾ അതിൽ ഏതൊക്കെ ഹോർമോൺസ് ആണ് പറഞ്ഞത്, കോർട്ടിസോൾ പറഞ്ഞു, ആൽഡോസ്റ്റിറോൺ പറഞ്ഞു, ദെൻ ആൻഡ്രോജൻസ് പറഞ്ഞു അല്ലേ. ആൻഡ്രോജൻസ് 3 ഹോർമോൺസ് ആണ് നമ്മളവിടെ പറഞ്ഞിട്ടുള്ളത്. അതിൻ്റെ ഫങ്ഷൻ ഏതൊക്കെയായിരുന്നു, കോർട്ടിസോളിൻ്റെ ഫങ്ഷൻ എന്ന് പറയുന്നത് നമുക്ക് ഏതൊക്കെയാണ് കോർട്ടിസോളിൻ്റെ ഫങ്ഷൻ പറഞ്ഞത്, it maintains glucose homeostasis. രണ്ടാമത്തെ എന്താണ് വരുന്നത്, suppresses the immune റെസ്പോൺസിനെ സപ്രസ് ചെയ്യുക എന്നുള്ളതാണ്. കാരണം ഇൻഫ്ലമേഷൻ ഒക്കെ വരുന്ന സമയത്ത് ഇമ്മ്യൂൺ റെസ്പോൺസ് കാരണമാണ് വരുന്നത്. ദെൻ തേർഡ് വൺ എന്ന് പറയുന്നത് ഇറ്റ് റെസിസ്റ്റ് ഇൻഫ്ലമേഷൻ ആൻഡ് റെസിസ്റ്റ്. നമ്മൾ ആ ഒരു ബോക്സിലുള്ള തന്നെയാണ്, അങ്ങോട്ട് എഴുതിയാൽ മതി. ഇൻഫ്ലമേഷൻ ആൻഡ് അലർജി ഓഫ് ദ ബോഡി. ഇത്രയാണ് കോർട്ടിസോൾ എന്ന് പറയുന്നത്. കോർട്ടിസോൾ എന്ന് പറയുന്നത് ഒരു കോർട്ടിക്കോസ്റ്റീറോയിഡ് ആണെന്നുള്ളത് ഓർക്കുക. ഗ്ലൂക്കോകോർട്ടിക്കോയിഡ് അല്ലെങ്കിൽ കോർട്ടിക്കോസ്റ്റീറോയിഡ് എന്ന് പറയാം. മിനറലോ കോർട്ടിക്കോയിഡ്സ്. അടുത്ത ഫംഗ്ഷൻ എന്തായിരുന്നു നമ്മൾ പറഞ്ഞത്, ഇറ്റ് ഹെൽപ്സ് ഇൻ മെയിൻറ്റെയിനിങ്
equilibrium of minerals in body. Minerals in the body. രണ്ടാമത്തെ വരുന്നത് regulates blood pressure. Androgens വരുന്നത് it controls, it is also known as gonadocorticoids. It controls sexual development. Sexual development എന്ന് പറയുമ്പോൾ കംപ്ലീറ്റ് ആയിട്ട് ഓർഗൻസിൻ്റെയും സെക്ഷുവൽ ക്യാരക്ടറിസ്റ്റിക്സിൻ്റെ ഒക്കെ സെക്ഷുവൽ ഡെവലപ്മെൻറ്റ് ആൻഡ് സെക്ഷുവൽ ബിഹേവിയർ ഒക്കെ കൺട്രോൾ ചെയ്യുന്നത് ആൻഡ്രോജൻസ് ആണ്. അപ്പോൾ ആൻഡ്രോജൻസ് എന്ന് പറയുന്നത് നമ്മുടെ കോർട്ടെക്സ് മാത്രം സെക്രീറ്റ് ചെയ്യുന്നതല്ല, ഗോണാഡ്സും സെക്രീറ്റ് ചെയ്യാറുണ്ട്. പക്ഷേ സർട്ടൻ ഒരു സ്മോൾ എമൗണ്ട് എന്ന് പറയുന്നത് ഗൊണാഡോട്രോപ്സും ഗൊണാഡോട്രോപ്പിൻസ് എന്ന് പറയുന്നത് ഗൊണാഡോകോർട്ടിക്കോയിഡ്സ് ആയിട്ട് നമ്മുടെ അഡ്രിനൽ കോർട്ടെക്സും കൂടെ സെക്രീറ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ അഡ്രിനൽ ഗ്ലാൻഡ് എന്ന് പറയുമ്പോൾ നമുക്ക് പറയാനുള്ളത്. അഡ്രിനൽ ഗ്ലാൻഡിന് മെയിനായിട്ട് നിങ്ങൾക്ക് പറയാനുള്ളത് എന്താണ് അവിടെ വരുന്നത്, അതിൻ്റെ പൊസിഷൻ ആയിരുന്നു. ഇറ്റ് ഈസ് എബവ് ദ located just above the kidney, so it is also known as suprarenal gland. അതിൻ്റെ പാർട്സ് അല്ലെങ്കിൽ സ്ട്രക്ചർ നോക്കുകയാണെങ്കിൽ ഇറ്റ് കംപ്രൈസസ് ഓഫ് 2 parts, outer cortex and inner medulla. Outer cortex secretes what are the hormone, corticosteroids, like corticosteroids എന്ന് പറയുന്ന ഹോർമോണാണ് അവിടെ ഉണ്ടാകുന്നത്. ദെൻ മെഡുല്ല എന്ന് പറയുന്നത് corticosteroids മെഡുല്ല വരുന്നത് മെഡുലറി ഹോർമോൺസ് അല്ലെങ്കിൽ എമർജൻസി ഹോർമോൺസ് ആണ്. 2 ഹോർമോൺസ് എന്ന് പറയുന്നത് എപ്പിനെഫ്രിനും നോർ എപ്പിനെഫ്രിനും ആണ്. കോർട്ടിക്കോസ്റ്റീറോയിഡ്സിന് 3 ടൈപ്പ് ഉണ്ട്. അതിലേതൊക്കെയാണ് വരുന്നത്? ഗ്ലൂക്കോകോർട്ടിക്കോയിഡ്സ്, മിനറലോകോർട്ടിക്കോയിഡ്സ് ആൻഡ് ഗൊണാഡോകോർട്ടിക്കോയിഡ്സ്. അതിൽ കോർട്ടിസോള്, ആൽഡോസ്റ്റിറോണ്, ആൻഡ്രോജൻ എന്ന് പറഞ്ഞ് ഇങ്ങനെ വരുന്നുണ്ട്. എമർജൻസി വരുന്നത് അതിൻ്റെ ചേഞ്ചസ് ഹാർട്ട് ബീറ്റ് ഇൻക്രീസ് ചെയ്യുന്നത്, ഹാർട്ട് റേറ്റ് ഇൻക്രീസ് ചെയ്യുന്നത്, BP കൂടുന്നത്, നമ്മുടെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാം ഒന്ന് ഓർത്ത് വെക്കാം. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഈ ഒരു ഡീലിംഗ് വിത്ത് എമർജൻസി സിറ്റുവേഷൻ എന്ന് പറയുന്ന ഒരു പോർഷനിൽ പഠിക്കാനുള്ളത്. ദാറ്റ് മീൻസ് നമ്മൾ എമർജൻസി സിറ്റുവേഷനിൽ ഏത് എൻഡോക്രൈൻ ഗ്ലാൻഡ് ആണ് ഇൻവോൾവ് ആവുന്നത്, ദാറ്റ് ഈസ് അഡ്രിനൽ ഗ്ലാൻഡ് ആൻഡ് ദ മെഡുലറി ഹോർമോൺസ് കോൾഡ് എപ്പിനെഫ്രിൻ ആൻഡ് നോർ എപ്പിനെഫ്രിൻ. താങ്ക് യു.